ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വാഹന പണയ വിൽപ്പന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹൈനസ് പെരുമ്പാവൂരാണ്. വാഹന കച്ചവടവും പണയവും ആവശ്യമായ സംബന്ധമായ എല്ലാ ഇടപാടുകൾക്കും എന്നെ ബന്ധപ്പെടാം. വണ്ടി നിലവിൽ ഒരു വണ്ടിയുടെ ഉടമ ഒന്നല്ലെങ്കിൽ വിൽക്കുക, അല്ലെങ്കിൽ പണയം വയ്ക്കുക, അല്ലെങ്കിൽ പണയം വയ്ക്കാൻ നിൽക്കാതിരിക്കുക. പണയം വയ്ക്കരുത് എന്നെനിക്ക് പറയാനുള്ളൂ. കാരണം യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും എന്നെ ബന്ധപ്പെടുന്നുണ്ട്. പല ജില്ലകളിൽ നിന്നും വണ്ടി വിൽക്കണം, പുതിയ വണ്ടി പോയി വാങ്ങിക്കും, ലോൺ ഇടും, ഇത് ലോൺ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വിൽക്കാൻ വിളിക്കും, ലോണും ഇൻട്രസ്റ്റും അടച്ച് മുതൽ വിലക്ക് വണ്ടി വിൽക്കാൻ പറ്റാത്ത പാർട്ടികൾ വണ്ടി പണയം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. ഇതിൽ ഈ പണയം വയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല. വണ്ടിയുടെ ഉടമയ്ക്ക് പൈസക്ക് റോളിംഗ് ഇല്ലെങ്കിൽ വണ്ടി പണയം വെച്ച് തന്നെ സാഹചര്യം മറികടക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ പണയം വച്ച പൈസ കൊടുക്കാതിരിക്കുകയും വണ്ടിയുടെ ലോൺ അടയ്ക്കാതിരിക്കുകയും വണ്ടി തിരിച്ചെടുക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വന്ന എല്ലാം ഭവിഷ്യത്തുകളും നൂലാമാലകളും ഓണർ തന്നെ ഉത്തരവാദിത്തമാക്കേണ്ടി വരും. ഒന്നല്ലെങ്കിൽ 3, 4, 5 മാസത്തേക്ക് വണ്ടിയുടെ ഉടമകൾ കറക്റ്റായിട്ട് ആ പൈസ തിരിച്ചേൽപ്പിച്ച് വണ്ടി എടുക്കാൻ പറ്റുമെന്നുള്ളവർ മാത്രം വണ്ടി പണയം വെക്കുക. അങ്ങനെയുള്ളവർ മാത്രം ചെയ്യുക. വണ്ടി കയ്യിലില്ലാണ്ടാവുമ്പോൾ ഓണർ പിന്നെ വണ്ടി എന്തിനാ ലോൺ അടയ്ക്കണമെന്ന് വിചാരിക്കും. വണ്ടി പിന്നെ 3, 4 ലോൺ പെൻഡിങ് ആവും. ഫൈനാൻസുകാർ അന്വേഷിച്ച് വരും വീട്ടിൽ. പിന്നെ ഈ ഫൈനാൻസുകാർക്ക് വണ്ടി തിരിച്ചു കൊടുക്കേണ്ടി വരും. വണ്ടി പണയെടുത്ത ആളുടെ നിന്ന് പിടിച്ചൊന്നും പോകും. പണയെടുത്ത ആളുടെ പൈസ പെൻഡിങ് ആവും. അപ്പോൾ അതുകൊണ്ട് വണ്ടിയിൽ ലോണുള്ള ഒരു നിശ്ചിത എമൗണ്ട്, ഒരു 6.5 ലക്ഷം രൂപ വിറ്റാൽ പോകുന്ന വണ്ടിക്ക് 6.5 ലക്ഷം രൂപ തന്നെ ലോൺ ഉണ്ടെങ്കിൽ മാക്സിമം 1 ലക്ഷം 1.5 ലക്ഷം രൂപ കൈപ്പറ്റാനും നോക്കാം. നമ്മൾ കൂടുതൽ എമൗണ്ട് വാങ്ങി വെറുതെ എടുത്തവരെയും നിങ്ങളും ട്രാപ്പിലാവാന്നല്ലാണ്ട് ആർക്കും ഒരു ഗുണം ഉണ്ടാവില്ല. എന്നാൽ വാങ്ങിയ പൈസ കറക്റ്റായിട്ട് 3, 4 മാസം കൊണ്ട് തിരിച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ മാത്രം ഈ വണ്ടി പണയത്തിന് മാത്രം നിൽക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങളോട്. പുതിയ ഡീറ്റെയിൽസും അപ്ഡേഷൻസും നമുക്ക് യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക വീഡിയോ. എന്തെങ്കിലും സംശയമായി വണ്ടി പണയം വയ്ക്കാനുള്ള കേസിന് മാത്രം എന്നെ വിളിക്കുക. പണയം വേണമെന്ന് പറയുന്നത് വിളിക്കരുത്. കാരണം എൻ്റെ കയ്യിൽ ജെന്യൂൻ പാർട്ടികളുണ്ട്. നമുക്ക് പരിചയമുള്ള 3-4 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ളതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ ആളുകളുണ്ട്. നിശ്ചിത തുകയ്ക്ക് വണ്ടി വിൽക്കാനോ പണയം വയ്ക്കാനോ ബാധ്യത തീർക്കാനോ ഉള്ളവർക്ക് എന്നെ വിളിക്കാൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.